ഹായ് ഗൈസ്, ഇന്ന് സ്നോയുടെ കുറച്ച് വീഡിയോസുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പൊ ഒന്നാമത്തെ വീഡിയോ എന്ന് പറയുന്നത് സ്നോയെ നേരത്തെ നമ്മൾ ഏതെങ്കിലും പാവക്കുട്ടിയൊക്കെ എടുത്ത്, പട്ടിക്കുട്ടിയോ പൂച്ചക്കുട്ടിയോ അങ്ങനത്തെ അതിന്റെ പാവകളെ എടുത്ത് കളിപ്പിച്ചാൽ സ്നോ നമ്മളോട് ഭയങ്കരമായിട്ട് കുശുമ്പ് കുത്തുകയും ദേഷ്യപ്പെടുകയും എന്നിട്ട് ഈ പാവനെ കടിച്ചു പറിക്കുന്ന സ്വഭാവമൊക്കെ സ്നോയ്ക്കുണ്ടായിരുന്നു. അതൊക്കെ പല ഷോർട്സിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഷോട്ടാണ്. പക്ഷെ ഇവിടെ ഞാൻ പാവേനെ കൊഞ്ചിക്കുമ്പോൾ സ്നോ കുറച്ചുകൂടെ മച്യൂരിറ്റി ചെയ്തു. സ്നോ അതിനെ കടിച്ചു പറിക്കുന്നില്ല, പകരം അമ്മ കളിപ്പിക്കുകയാണെന്നും അതിന് ജീവനില്ലെന്നും ആ പട്ടിക്കുട്ടിക്ക് ജീവനില്ലെന്നും സ്നോയ്ക്ക് അറിയാം. അത് കൃത്യമായിട്ട് സ്നോ ആ വീഡിയോയിലൂടെ എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു വീഡിയോ ആണ് ആദ്യത്തേത്. ഹലോ, ഗുഡ് ഗേൾ, ഗുഡ് ഗേൾ. ഇന്നെല്ലാം കറക്റ്റായിട്ട് ചെയ്ത് കുഞ്ഞ് നല്ല കുട്ടിയാണ്. ഗുഡ് ഗേൾ കേട്ടാ. കുട്ടീനെ അമ്മയ്ക്ക് ഒത്തിരി ഇഷ്ടമായി. നല്ല പൊന്നാണ്, അമ്മയുടെ മുത്താണ്. വാലുണ്ടോ, വാലുണ്ടോ കുഞ്ഞിന്റെ? നല്ല കുഞ്ഞാണ്, ആരും കടിക്കത്തില്ല. കണ്ണില്ലാത്ത കുഞ്ഞാണ്, നല്ല കുഞ്ഞാണ്, കണ്ണില്ലാത്ത കുഞ്ഞാണ്, നല്ല കുഞ്ഞാണ്. അതിന്റെ കണ്ണ് കാണിച്ചു അമ്മേ, അതിന്റെ കണ്ണ് കാണിച്ചു. കണ്ണൊക്കെ ചൂഴിഞ്ഞെടുത്തിരിക്കുവാണ്. കണ്ണൊന്നും ഇല്ല, അവിടെ 2 കുടി മാത്രമേ ഉള്ളൂ. ഇവിടെ ചിലരൊക്കെ ആ കണ്ണിന്റെ കണ്ണൊക്കെ കടിച്ച് പറിച്ച് നശിപ്പിച്ചു വെച്ചിരിക്കും. ഉമ്മ കൊടുത്തേരാമേ, ജിബ്രുക്കുട്ടന്റെ ഉമ്മ. സ്നോയേക്കാളും നല്ലയാണേ. ജിബ്രുക്കുട്ടന് ഉമ്മ ഉമ്മ ഉമ്മ. ശരി, ഒന്നും എഴുതുന്നില്ല. ജീവനില്ലാന്ന് മനസ്സിലായി തോന്നുന്നു കേട്ടോ. ഇതിന് ജീവനില്ലാന്ന് നിനക്ക് മനസ്സിലായോ? ആ സ്നോയോട് ഇരുത്തിയേരെ അതിനെ. മന്ദബുദ്ധിയായിരുന്നു സ്നോ. ഇപ്പൊ സ്നോയ്ക്ക് വിവരമൊക്കെ വെച്ചു കേട്ടോ. സ്നോ ഇപ്പൊ കുറച്ച് വീഡിയോ ഒക്കെ ചെയ്ത് റീൽസിലൊക്കെ വന്നതോടുകൂടി സ്നോയ്ക്ക് വിവരമായി കേട്ടോ. ഇതിന് ജീവനില്ലെന്ന് മനസ്സിലായി. മറ്റേ ഇത് ഞാൻ തോണ്ടുമ്പോ എന്ത് ബഹളമാണെന്നറിയാമോ? ഇതിനെ കടിച്ച് കീറി ശരിയാക്കും. ഇപ്പൊ സ്നോ ഒന്നും മിണ്ടുന്നില്ല. നോക്കട്ടെ, സ്നോ വിവരം വെച്ചാ. രണ്ടാമത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ നാട് പത്തനംതിട്ട റാന്നിയിലാണ്. അപ്പം എൻ്റെ അച്ഛനും അമ്മയും നാട്ടിലായിരുന്നു താമസിച്ചിരുന്നത്. അവിടെ ഞങ്ങൾ കഴിഞ്ഞ ഡിസംബറിൽ പോയപ്പോഴത്തേക്ക് എടുത്ത വീഡിയോ ആണ്. അപ്പോൾ അവിടെ ചെല്ലുന്നപ്പം എൻ്റെ അച്ഛനും അമ്മയ്ക്കും ആക്ച്വലി ഈ പട്ടിക്കുട്ടീനെ ഇഷ്ടമല്ല, പക്ഷേ ഈ സ്നോ അവരുടെ ഇഷ്ടം നേടിയെടുക്കുമായിരുന്നു ചെയ്തത്. അങ്ങനെ റാന്നി വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് പിന്നെ പുറത്തോട്ടൊക്കെ ഇറങ്ങിപ്പോവും. അപ്പം എൻ്റെ അച്ഛനിങ്ങനെ വടിയെടുത്തിട്ട് സ്നോനെ കാണിക്കും, എവിടെ പോയി നീ. അപ്പം ആ വീഡിയോയിൽ സ്നോ എന്നെ നോക്കുന്നുണ്ട്. അമ്മ എന്താ ഒന്നും മിണ്ടാത്ത? എൻ്റെ അമ്മ ഇതൊന്നും കണ്ടില്ല, എന്നോട് ദേഷ്യപ്പെടുന്നു. ഇങ്ങനെ ഇടം കണ്ടിട്ട് നോക്കുന്നത് നിങ്ങൾക്ക് എന്നെ നോക്കുന്നത് കാണാൻ പറ്റും. അപ്പൊ ശരി ഗൈസ്, എൻ്റെ അച്ഛനും അമ്മയും ആ വീഡിയോയിലുണ്ട്. 2 പേരും ഇപ്പം അടുത്തിടെയായിട്ട് മരിച്ചുപോയി. ആ വീഡിയോ അച്ഛനും അമ്മയും കൂടെ ഉള്ള വീഡിയോയാണ്. എവിടെ പോയി നീ? എവിടെ പോയെന്ന്? വെളിയിൽ ഇറങ്ങിയേക്കരുത്, നിന്റെ മുട്ടുകാലി എന്തെല്ലാം ഓടിക്കും കേട്ടോ. അഹങ്കാരി. അറിയാടി പപ്പായെ പേടിപ്പിക്കുന്നവള്. അടുത്ത വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഒരു ദിവസം ഓഫീസിൽ പോയിട്ട് എൻ്റെ ഓഫീസിലെ സഹപ്രവർത്തകന്റെ അമ്മായി അച്ഛൻ മരിച്ചു. അപ്പം ആ ഒരു കർമ്മത്തിന് പോയിട്ട് ഞാൻ ഇച്ചിരി ലേറ്റ് ആയിട്ടാണ് വരുന്നത്. അപ്പം രാവിലെ എൻ്റെ വണ്ടി ഓണാകുന്നില്ലായിരുന്നു. അപ്പം ഞാൻ കുറച്ച് പെട്രോളൊക്കെ വാങ്ങിയാണ്, ഒരു ജാറിൽ പെട്രോളൊക്കെ വാങ്ങിയാണ് വരുന്നത്. അപ്പം ആ പെട്രോൾ വാങ്ങി വരുമ്പോഴത്തേക്കും സ്നോ ചാടി വന്നിട്ട് സ്നോയ്ക്ക് ഞാൻ ലേറ്റ് ആയതിന്റെ ഓവർ എക്സ്പ്രഷൻ കാണാം. അമ്മ ഒന്ന് വൈകി വന്നേനാണ് ഈ തുള്ളല് മൊത്തം. അമ്മ സമയം 5 മണി വരെ അല്ല കുഞ്ഞിന് തന്നിട്ടാണ് നോക്കിയിരിക്കുവായിരുന്നു. എന്തുവാ വന്നല്ലോ ഞാന്. അതിനിടയ്ക്ക് അമ്മേനെ എന്താണ്ട് വഴക്കും പറയുന്നുണ്ട്. എന്തുവാ അമ്മ വന്നല്ല, പരാക്രമം എന്തു. സ്നോക്കുട്ടി പോട്ടെ
പോട്ടെ. അമ്മ വന്നല്ലോ. അമ്മ ഇച്ചിരി ലേറ്റ് ആയി പോയി. അത് ഒരിടത്ത് പോവാനുണ്ടായിരുന്നു. മുതലേ ലേറ്റ് ആയി. കഴിഞ്ഞു. ഓക്കെ ഓക്കെ അല്ലേ? എടുക്ക എല്ലാരും എടുക്കാനൊന്നും പറ്റത്തില്ല. ഞാൻ പെട്രോൾ ഒന്ന് ഒഴിക്കട്ടെ വണ്ടിയിൽ. പെട്രോൾ ഒന്ന് ഒഴിക്കട്ടെ. ഉമ്മോട് അതിനിടയ്ക്ക് അമ്മ ഉമ്മോരെ. ഓക്കെ. അയ്യോ ഇത്ര നേരം കാണാനും എന്ന് പറയുന്നത് പിന്നെ സ്നോയുടെ ചെവിയിൽ ഞാനൊരു രഹസ്യം പറയുന്ന വീഡിയോയാ. അത് ഞങ്ങൾ പലവട്ടം ഇവിടെ നിരീക്ഷിച്ചിട്ടുള്ളതാ. സ്നോ ഗൗരിയും താര എന്റെ പെമ്മക്കളാണ്. അപ്പൊ ഗൗരിയും താരെ സ്നോ ഇവിടെ വന്നിരിക്കും ദേ എല്ലാരും അവിടെ ഇരിക്കും. മോന്റെ അവിടെ ഇരിക്കും എല്ലാരും നോക്കുന്നത്. അപ്പൊ സ്നോയെ പിന്നെ ഗൗരിയോടും താരയോടും എന്റെ അടുത്ത് അവരോട് സംസാരിച്ചിട്ട് ഞാൻ സ്നോയുടെ ചെവിയിൽ രഹസ്യം പറയുമ്പോൾ അത് കേട്ട് ഇരിക്കുകയും വീണ്ടും രഹസ്യം പറയുമ്പോൾ കുറെ കൂടെ കൂടുതൽ വെള്ളോട്ട് കയറി ശ്രദ്ധിക്കുകയും ചെയ്യുന്ന ആ ഒരു വീഡിയോ എല്ലാവരിലും കൗതുകം ഉണർത്തിയ ഒരു വീഡിയോ ആണ് ഞാനിവിടെ കാണിക്കുന്നത്. ഗൗരിയോട് പറയല്ല ഒരു കാര്യം പറയും. ശ്രദ്ധിച്ചിരിക്കുന്നു. ഓക്കെ പറയോ ഗൗരിയോട്? ഗൗരിയോട് ഇല്ല കണ്ണടച്ചില്ല. ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ. അയ്യോ സ്നേഹം കൂടി പറയുമ്പോ കേട്ടോണ്ടിരിക്കുവേ. ഞങ്ങൾ രഹസ്യം പറയാ. പിന്നെ അതില് ഏറ്റവും ലാസ്റ്റ് 5ാമതായിട്ട് ഞാൻ കാണിക്കുന്ന വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഓഫീസിൽ പോയി വരുമ്പോഴത്തേക്കും സ്നോയെ എൻ്റെ കാറ് വന്നിങ്ങനെ മുറ്റത്ത് നിൽക്കുമ്പോൾ ഞാൻ ഇറങ്ങി വരുമ്പോഴത്തേക്കും സ്നോയുടെ എക്സ്പ്രഷൻസ്. അപ്പോൾ അടുത്ത് വന്നിട്ടും എടുക്കാതെ ഞാൻ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അപ്പോഴത്തേക്ക് സ്നോ ചാടി ഇങ്ങനെ വരുന്ന എൻ്റെ കയ്യിലേക്ക് അവളെ എടുക്കാൻ വേണ്ടി എൻ്റെ മോളുടെ കയ്യിൽ നിന്ന് ചാടി വീഴുന്ന വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും കാണണം, പ്രോത്സാഹിപ്പിക്കണം. അമ്മ ഇറങ്ങണ്ട, അവിടെ തന്നെ ഉണ്ട്. എന്തോ ഇട്ടെന്ന് നോക്കട്ടെ. വിടാതിരുന്നേടി. അയ്യോ വിറയ്ക്കുന്നടാ മൂത്രമൊഴിച്ച ഓക്കേ. തോണ്ട ഈ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ഇനി എൻ്റെ ചാനലിൽ വരുന്ന വീഡിയോസും ഷോർട്സും കാണണം. നിങ്ങൾ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ അമർത്തണം. എന്നാലും നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസും ഷോർട്സും നിങ്ങളുടെ മുമ്പിലേക്ക് പെട്ടെന്ന് എത്തുകയുള്ളൂ. അതേപോലെ ഈ വീഡിയോയിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്ന് തോന്നുന്നു, ഞാൻ എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും കാര്യം പറഞ്ഞപ്പോൾ പെട്ടെന്ന് സ്നോ ഒരു സൈഡിലേക്ക് നോക്കി കുരച്ച് ചാടി പുറത്തേക്ക് പോകുന്നത് കണ്ടില്ലായിരുന്നു. എനിക്ക് തന്നെ അത്ഭുതമാണ് കേട്ടോ. ഞാൻ എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും കാര്യം പറഞ്ഞു. അപ്പോൾ എൻ്റെ അച്ഛനും അമ്മയും മരിച്ച കാര്യവും പറഞ്ഞു ഈ അടുത്തിടയിൽ. അപ്പോൾ അത് കാര്യം പറഞ്ഞപ്പോൾ തന്നെ സ്നോയുടെ ആക്ഷൻ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുമല്ലോ. എനിക്കറിയില്ല, ഇനി എനിക്ക് തോന്നുന്നതാണോ എന്ന്. അതിൻ്റെ പ്രത്യേകത എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ സാന്നിധ്യം ഉള്ളതുപോലെ എനിക്ക് തോന്നി. ഒരുപാട് താങ്ക്സ്.